ക്രിസ്തീയ ഭാര്യാഭർത്തൃ ബന്ധം 9-ാം ഭാഗം. ക്രിസ്തു നമ്മുടെ മാമോദീസായിൽ സ്വയം സന്നിഹിതനായി നമ്മെ ശുദ്ധീകരിച്ച് തൻ്റെ മണവാട്ടിയാക്കി തീർക്കുന്നു. യഹൂദന്മാരുടെ വിവാഹ രീതിയിൽ ഉടമ്പടിക്കും വിരുന്നിനുമിടയ്ക്ക് ഒരുക്കത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയും കാലഘട്ടം എന്നതുപോലെ നമ്മുടെ മാമോദീസ ഉടമ്പടിയും വിരുന്ന് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവുമായി കണക്കാക്കാം. ക്രിസ്തു സഭയെ തേജസ്സോടെ മുൻനിർത്തുന്നത് അഥവാ ഒരുക്കി നിർത്തുന്നത് ആ വിരുന്നിൻ്റെ ദിവസം ഒരുക്കമുള്ള കന്യകമാരെ സ്വീകരിക്കുവാൻ വരുന്നതിന് വേണ്ടിയാണ്. 2 കൊരിന്ത്യർ 4:11, റോമർ 14:10, കൊലോസ്യർ 1:27-28, 2 കൊരിന്ത്യർ 11:2, വെളിപ്പാട് പുസ്തകം 21:2-3-9, വിശുദ്ധ മത്തായി 25:1-9 വരെ ഇത് വെളിപ്പെടുത്തുന്നു. ഇപ്രകാരം കളങ്കവും മാലിന്യവുമില്ലാത്തവളായി തൻ്റെ വിശുദ്ധിയിൽ പങ്കാളിയാകത്തക്കവണ്ണം അവളെ ഒരുക്കി. ക്രിസ്തുവിനോടുള്ള അനുസരണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഭാര്യാഭർത്താക്കന്മാർ കുടുംബജീവിതം നയിക്കേണ്ടത്. ഈ ഭാഗത്തിൻ്റെ അവസാനമായി ക്രിസ്തീയ വിവാഹത്തിൻ്റെ ദൈവിക വിവക്ഷകൾ എന്തെല്ലാമെന്ന് പൗലോസ് അപ്പോസ്തലൻ സംഗ്രഹിക്കുന്നത് ഇപ്രകാരമാണ്. 1. വിവാഹം അഭേദ്യമായ ഒരു ഒന്നായിത്തീരലാണ്, ഒരു ശരീരമായി തീരൽ. ഉൽപ്പത്തി പുസ്തകം 2:24. 2. ക്രിസ്ത്യാനി ഈ വിവാഹം പരിപാവനമായി കാത്തുസൂക്ഷിക്കേണ്ടതിൻ്റെ കാരണം അത് ക്രിസ്തുവും സഭയുമായുള്ള രഹസ്യത്തിൻ്റെ പ്രതീകമാണെന്നുള്ളത് തന്നെ. 3. പരസ്പര സ്നേഹവും കരുതലും ബഹുമാനവും ആദരവും ഇതിൻ്റെ അന്തസ്സത്തെയാണ്. 4. സഭ മുഖാന്തരം ലോകത്തിലുള്ള സർവ്വത്തെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുന്ന കാലസമ്പൂർണതയിലെ വ്യവസ്ഥയോ തൻ്റെ രണ്ടാമത്തെ വരവെങ്കിലെ ആത്യന്തിക ലക്ഷ്യത്തിൻ്റെ മുന്നാസ്വാദന പ്രതീകമായോ വിവാഹബന്ധത്തെ കാണുന്നു. കൊരിന്ത്യർ ലേഖനത്തിൽ ഭർത്താവിന് ഭാര്യയുടെ മേലുള്ള അധികാരം അവന് തന്നെ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഇവിടെ എഫേസ്യ ലേഖനത്തിൽ അത് രക്ഷാശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ക്രിസ്തീയ സഭാശാസ്ത്രത്തിൻ്റെയും രക്ഷാശാസ്ത്രത്തിൻ്റെയും യുഗാന്ത്യ വീക്ഷണത്തിൻ്റെയും അടിസ്ഥാന പ്രമാണങ്ങൾ ഉൾക്കൊള്ളുന്ന ക്രിസ്തീയ വിവാഹ ജീവിതം അവയുടെ അനുപമമായ ഒരു ശ്രേഷ്ഠ പ്രതീകമാണ്. ഇപ്രകാരം വിവാഹ കുദാശയിലെ ഈ ലേഖനം എഫേസ്യ ലേഖനം 5:20 മുതൽ 6:4 വരെയുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന വളരെ യുക്തവും അർത്ഥവത്തതുമാണ്. ഈ വചനം ശ്രവിച്ച നമ്മെ ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബജീവിതങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമാകട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.